ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആട് 3 എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2370 എന്ന വർഷമാണ്. ആ സമയം ഈ ഭൂമി മുഴുവൻ ദി ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ അണ്ടറിലായിരുന്നു. അവർ ഈ ഗ്രഹത്തിലെ പ്രകൃതി വിഭവങ്ങൾ എല്ലാം തന്നെ ചൂഷണം ചെയ്തിരുന്നു. തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റാർഡസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ആകാശ പദാർത്ഥത്തെ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്റ്റാർഡസ്റ്റിന് ടൈം ലൈൻസിനെ തിരുത്താനും മാറ്റാനും ഒക്കെ കഴിവുണ്ടെന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ ആ സ്റ്റാർഡസ്റ്റ് ഒരിക്കലും ഓർഗനൈസേഷന്റെ കയ്യിൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അതാണ് ഈ ബാബയുടെ സംഘം. പ്രപഞ്ചത്തിലെ സമയം ഒരേ രേഖയിലല്ല എന്നാണ് ഈ ബാബയും സംഘം കണ്ടെത്തുന്നത്. പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം തന്നെ ഒരേ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടൈം ലൈനിലെ മാറ്റങ്ങൾ മറ്റ് ടൈം ലൈനിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഇവർക്കറിയാമായിരുന്നു. പാസ്റ്റിലോ പ്രസന്റിലോ പോയി എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് അതുപോലെ ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് പോയിട്ട് ഓർഗനൈസേഷന്റെ കയ്യിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർഡസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ബാബിയും കൂട്ടരും നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് 2370 നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പ്രസന്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ പാപ്പനെയും കൂട്ടരെയും കാണിക്കുന്നു. മൂവിയുടെ സെക്കൻഡ് പാർട്ടിൽ ഷാജി പാപ്പനും കൂട്ടരും ചെകുത്താൻ നാസറിനെ സംഘത്തെയും പരാജയപ്പെടുത്തിയ ശേഷം $3 മില്യൺ സ്വന്തമാക്കിയിരുന്നല്ലോ. ആ ഡോളർ എക്സ്ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ മണിയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകണമെന്ന് കരുതി അവർ പാസ്പോർട്ടിനൊക്കെ അപേക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 10ാം ക്ലാസ് പാസ്സാകാത്ത കാരണം ക്ലീറ്റസിന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയം ഷാജി പാപ്പന്റെ നീസായ റേച്ചലാകട്ടെ ക്ലീറ്റസിനോട് പറയുന്നുണ്ട്, അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിലേക്ക് വരുന്നുണ്ടെന്നും അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകാതെ ഈ ഡോളർ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അത് കേട്ട് നമ്മുടെ ക്ലീറ്റസ് ആകട്ടെ ഒരു കത്ത് എഴുതി വെച്ച് ഈ ഡോളർ എടുത്തിട്ട് നേരെ കോയമ്പത്തൂർക്ക് പോകുന്നു. എന്നാൽ അവിടെ വെച്ച് പോലീസുകാർ ക്ലീറ്റസിനെ അറസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി ഒരു സത്യവും മനസ്സിലായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡോളർ എല്ലാം തന്നെ ഫേക്ക് കറൻസിയാണ്. ക്ലീറ്റസിനെ പോലീസ് പിടിച്ചൊന്നും മനസ്സിലാക്കിയ പാപ്പനും കൂട്ടരും തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് ക്ലീറ്റസിനെ രക്ഷിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ആകാശത്ത് നിന്നും ഒരുപാട് അമ്പുകൾ വരുന്നതായിട്ട് ഷാജി പാപ്പന് തോന്നുന്നു. അമ്പുകൾ വരുന്ന കണ്ട് പേടിച്ച് വണ്ടി ഓടിച്ച ഷാജി പാപ്പൻ ആക്സിഡന്റ് ആകുന്നു. ആ വീഴ്ചയിൽ ഷാജി പാപ്പന് തോന്നുന്നുണ്ട് ആരോ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതായിട്ട്. കിടന്ന ഷാജി പാപ്പനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വണ്ടിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്കിറങ്ങിയെങ്കിലും അവരുടെ പിറകെ പോലീസ് വരുന്ന കണ്ടിട്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നു. ക്ലീറ്റസ് മാത്രമേ ഷാജി പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ രണ്ടുപേരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പാപ്പനെയും ക്ലീറ്റസിനെയും കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കോടതിക്കും തമിഴ്നാട് പോലീസിനും ബോധ്യമായി ഇവരുണ്ടാക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ കാരണം കേരള പോലീസ് പോലും പൊറുതിമുട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇനി ഈ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് തങ്ങൾക്ക് ശല്യം ഉണ്ടാകുമെന്ന് മനസ്സിലായതോടുകൂടി തൽക്കാലം കോടതി അവരെ വെറുതെ വിട്ടു. 4 ലക്ഷം രൂപ കെട്ടിവെക്കാനൊക്കെ കോടതി പാപ്പനോട് പറഞ്ഞെങ്കിലും പാപ്പൻ അതൊന്നും കാര്യമാക്കിയില്ല. മറ്റൊരിടത്ത് മൈക്കിൾ എന്ന് പറയുന്ന ഒരാള് സംസ്ഥാന പുരാവസ്തു വകുപ്പിൽ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥത്തിൽ നിന്നും 1790 കാലഘട്ടത്തിൽ പണിതിരുന്ന നാഗത്താം പാലത്തിന്റെ പടമുള്ള ഒരു പേജ് കീറിയെടുത്തുകൊണ്ട് പോകുന്നു. ഈ മൈക്കിള് സേവിയറിന്റെ കസിനായിരുന്നു. ആട് മൂവിയുടെ സെക്കൻഡ് പാർട്ട് കണ്ടവർക്കറിയാം, മുട്ടുനിരോധനവും പ്രശ്നങ്ങളും ഒക്കെ കാരണം സാത്താൻ സേവിയറിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. കൂടാതെ പ്രിന്റിംഗ് പ്ലേറ്റുകളും അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കൊണ്ട് സാത്താൻ സേവിയർ നല്ല ഡിപ്രഷനിലായിരുന്നു. മൈക്കിൾ വന്ന് സേവിയറിനോട് പറയുന്നുണ്ട്, ഈ പേപ്പർ നീ നോക്കണമെന്നും നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിധി ചിലപ്പോൾ ഇതിൽ നിന്നും നിനക്ക് കിട്ടുമെന്നും. സേവിയർ തന്റെ ഡിപ്രഷനിൽ നിന്നും പുറത്തു വരികയും ആ പേപ്പർ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. സേവിയറിന്റെ കൂടെ അപ്പോഴും സൈമണും സോമനും ഉണ്ടായിരുന്നു. സീൻ അവിടെ നിന്നും കട്ടായി നമ്മളെ കാണിക്കുന്നത് മറ്റൊരു ടൈം ലൈൻ ആണ്. 1790 കാലഘട്ടം. പത്മനാഭ രാജാവിന്റെ നാട്ടുരാജ്യമായിരുന്നു ഈ സ്ഥലം. വറീദ് മാപ്പിള എന്ന് പറയുന്ന ഈ എഞ്ചിനീയർ ആയിരുന്നു അന്ന് ഈ നാഗത്താം പാലം പണിഞ്ഞുകൊണ്ടിരുന്നത്. പ്രസന്റിലുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ പൂർവ്വജന്മമായിരുന്നു 1790കളിൽ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസന്റിലെ ഷമീറാണ് പാസ്റ്റിലുള്ള ഈ വറീദ്. അന്നത്തെ രാജാവായ പത്മനാഭനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറലായ വാൾട്ടർ ജോസഫും ചേർന്നിട്ടാണ് ഈ നാഗത്താം പാലം നിർമ്മിച്ചത്. ഷാജി പാപ്പന്റെ പൂർവ്വജന്മമാണ് 1790ലെ ഈ പത്മനാഭ രാജാവ്. സാത്താൻ സേവിയറിന്റെ പൂർവ്വജന്മമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറലായ ഈ വാൾട്ടർ ജോസഫ്. പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഹിതം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വാൾട്ടർ ജോസഫ് അത് കറക്റ്റ് ആയിട്ട് കൊടുത്തു. എന്നാൽ പത്മനാഭ രാജാവിന്റെ വിഹിതം ഇതുവരെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വ്യാപാരികളുടെ കയ്യിൽ നിന്ന് നികുതി പണം പിരിച്ചിട്ടാണ് രാജാവ് ഈ കാശ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ നികുതി പിരിക്കാൻ വേണ്ടി പോയ രാജാവിന്റെ കാര്യസ്ഥൻ നാരായണനെ വ്യാപാരികളെല്ലാം അപമാനിച്ചു വിടുന്നു. ഞങ്ങളാരും നികുതി തരില്ല എന്ന് പറഞ്ഞിട്ട്. പ്രസന്റിലെ ക്ലീറ്റസിന്റെ പൂർവ്വജന്മമാണ് ഈ നാരായണൻ. പ്രധാന വ്യാപാരി വലിയ കേളുവാണ് നാരായണനെ അപമാനിച്ചു വിടുന്നത്. ഈ വലിയ കേളു പ്രസന്റിലുള്ള PP ശശിയുടെ പൂർവ്വജന്മമായിരുന്നു. അങ്ങനെ വ്യാപാരികൾ നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള വിചാരണ നടക്കുകയായിരുന്നു ഇവിടെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടില്. ഈ കൊട്ടാരത്തിനും പത്മനാഭ രാജാവിനും പഴയ പ്രൗഢിയൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ രാജാവിന് വലിയ വിലയും കൽപ്പിച്ചില്ല. കൊട്ടാരത്തിൽ പണമൊന്നുമില്ലെന്നാണ് ജനങ്ങൾക്കിടയിലെ സംസാരം. വലിയ കേളുവും ഇത് പറഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്ന രാജാവാകട്ടെ ഉറുമിയെടുത്തുകൊണ്ട് വലിയ കേളുവിന്റെ തലവെട്ടു എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയെങ്കിലും മുകളിൽ നിന്ന് എന്തോ രാജാവിന്റെ നടുവിലേക്ക് വീഴുകയും രാജാവിന്റെ നടുവൊളുക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരം വൈദ്യം വന്ന് രാജാവിന്റെ നടു നോക്കിയെങ്കിലും തന്നെ കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് രാജാവിന്റെ സാരഥിയായ കോരനോട് വലിയ വൈദ്യനായ കൈമലിനെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് ഉത്തരവിടുന്നു.
വരുന്നു. രാജാവിന്റെ സാരഥി എന്നത് ഷാജി പാപ്പന്റെ പഴയ ഡ്രൈവറായ പൊന്നപ്പന്റെ പൂർവ്വജന്മമായിരുന്നു. ഈ പൂർവ്വജന്മത്തിലും രാജാവിന്റെ പത്നിയായ മഹാറാണി രോഹിണിയെ കോറിനൊരു നോട്ടം ഉണ്ടായിരുന്നു. അരിസ്ഥം വിചാരിച്ചിട്ടും വ്യാപാരികൾ നികുതി കൊടുക്കാത്തത് കാരണം പടത്തലവനെ കളത്തിലിറക്കാൻ രാജാവ് തീരുമാനിച്ചു. രാജാവിന്റെ പടത്തലവൻ കുറുപ്പ് എന്ന ആളായിരുന്നു. കുറുപ്പ് നമ്മുടെ അബുവിന്റെ പൂർവ്വജന്മമാണ്. പക്ഷെ നികുതി പിരിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം രാജാവിനെ തേടി ആ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കുറുപ്പ് മനസ്സിലാക്കി. ടിപ്പു സുൽത്താന്റെ പടനായകനായ അസംഖാൻ നാട്ടുരാജ്യങ്ങളെല്ലാം കീഴടക്കി അവസാനം പത്മനാഭ രാജാവിന്റെ ഈ നാട്ടുരാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ അസംഖാൻ എന്നത് പ്രസന്റിലുള്ള ഡ്യൂഡിന്റെ പൂർവ്വജന്മമായിരുന്നു. അസംഖാന്റെ പടയെ കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന കുറുപ്പിനെ കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ടാകുന്നു. പിന്നെ നമ്മളെ വീണ്ടും പ്രസന്റിലേക്കാണ് കഥ കൊണ്ടുപോകുന്നത്. അവിടെ പി ശശിയെ കാണാൻ വേണ്ടിയിട്ട് സാത്താൻ സേവ്യർ വരുന്നുണ്ട്. താൻ പറയുന്ന കാര്യം ചെയ്തു തരികയാണെങ്കിൽ ധാരാളം പണം തരാമെന്ന് പറയുന്നു. എന്നാൽ കൈക്കൂലി വാങ്ങാത്ത പി ശശിയാകട്ടെ ഹൈറേഞ്ച് വികസന ഫണ്ടായിട്ട് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ആ ഡീലിന് ഓക്കെ പറയുന്നു. സാത്താൻ സേവ്യർ പറഞ്ഞ കാര്യം പി ശശിക്ക് നടപ്പിലാക്കണമെങ്കിൽ അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ കൂടി വേണമായിരുന്നു. അതുകൊണ്ട് പി ശശി അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ സർബത്ത് ഷമീറിനെയാണ്. സീൻ അവിടെ നിന്നും കട്ടായി വീണ്ടും നമ്മളെ പാപ്പനെ കാണിക്കുന്നുണ്ട്. പാപ്പന്റെ അമ്മയുടെ കൂടെ സ്റ്റെല്ലയും വന്നിട്ടുണ്ടായിരുന്നു. പാപ്പൻ ഇഷ്ടപ്പെടുന്ന സ്റ്റെല്ലയുടെ വിവാഹമാകട്ടെ ഈരാറ്റുപേട്ടയിലുള്ള ആരുമായിട്ടോ സ്റ്റെല്ലയുടെ വീട്ടുകാരെ തീരുമാനിച്ചു എന്നറിഞ്ഞതും പാപ്പൻ ആകെ സങ്കടത്തിലായി. ആ സങ്കടത്തിലൊക്കെ പാപ്പൻ തന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ കഴുത്തിലെ സ്വർണ്ണമാല പാപ്പൻ അടിച്ചു മാറ്റി. എന്നാൽ ഇത് മനസ്സിലാക്കിയ പാപ്പന്റെ അമ്മയാകട്ടെ പാപ്പന്റെ മുഖത്തിട്ടൊരെണ്ണം കൊടുത്തിട്ട് ആ സ്വർണ്ണമാലയും വാങ്ങിക്കൊണ്ടു പോകുന്നു. അതോടെ പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് പാപ്പന്റെ സമയം അത്ര ശരിയല്ലാന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മന്ത്രവാദിയെ കാണണമെന്ന്. ആ മന്ത്രവാദി പാപ്പനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു രാജാവിനെ പോലെ കുതിരപ്പുറത്ത് കയറി പോരാടുമെന്ന്. അങ്ങനൊരു ദർശനം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കുന്നു. പാപ്പനപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ആകാശത്ത് നിന്നും അമ്പ് വീഴുന്ന പോലെ പാപ്പൻ കണ്ടതും വാളെടുത്ത് കുതിരപ്പുറത്ത് പോരാടുന്ന തന്നെ പാപ്പൻ കണ്ടതുമെല്ലാം വരാൻ പോകുന്നത് വലിയൊരു പോരാട്ടമാണെന്നും കൂടെയുള്ളവരെല്ലാം ആ പോരാട്ടത്തിൽ മരണപ്പെടുമെന്നും പിന്നീട് അങ്ങോട്ട് പാപ്പൻ തനിച്ചു തന്നെ പോരാടണമെന്നും ഈ മന്ത്രവാദി പറയുന്നു. ഇത് കേട്ടതും പാപ്പനും കൂട്ടരും ഒന്ന് പേടിച്ചു. പല കവാടങ്ങളും തുറക്കാൻ പോകുന്നുവെന്നും തനിക്ക് പോരാടാനുള്ള സമയം വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ മന്ത്രവാദി പറയുന്നു. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും തന്റെ വിജയത്തെ ആശ്രയിച്ചായിരിക്കുമെന്നും അയാൾ പറയുന്നു. അത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 1790 കാലഘട്ടത്തില് കസാൻഡ്ര എന്ന് പറയുന്ന ബ്രിട്ടീഷ് നിധിവേട്ടക്കാരിയാകട്ടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉൽക്കയായി ഭൂമിയിൽ പതിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റാർഡസ്റ്റ് തേടി പത്മനാഭ രാജാവിന്റെ നാട്ടുരാജ്യത്തിലേക്ക് വരുന്നു. കടൽ മാർഗമായിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ അസംഖാൻ നാട്ടുരാജ്യം ആക്രമിക്കാൻ വരുന്നതറിഞ്ഞ് പത്മനാഭ രാജാവ് അയാളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വാൾട്ടർ ജോസഫിനെ കൂട്ടുപിടിച്ചെങ്കിലും വാൾട്ടർ ജോസഫ് പറയുന്നുണ്ട് അസംഖാന്റെ കയ്യിൽ വലിയ വലിയ മിസൈലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാളുടെ കൂടെ നമുക്കൊന്ന് പോരാടാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോകാൻ പോവുകയാണെന്ന്. എന്റെ കൂടെ ആ കൈമൾ വൈദ്യർ വന്നിട്ട് രാജാവിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കുണ്ടായ ഈ നടുവേദന പെട്ടെന്നൊന്നും മാറില്ലെന്നും ജന്മങ്ങളോളം ഇത് നിലനിൽക്കുമെന്നും. അസംഖാൻ ഈ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞിട്ട് പത്മനാഭ രാജാവിന്റെ നാട്ടുരാജ്യത്തുണ്ടായിരുന്ന ജനങ്ങളെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. അക്കൂട്ടത്തില് രാജാവിന്റെ കുറെ പോരാളികളും ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, രാജാവിന്റെ സൈനിക തലവനായ കുറുപ്പും കൂട്ടരും പോലും മതം മാറി അസംഖാന്റെ കൂടെ ചേരാൻ തീരുമാനിച്ചു. അല്ലാത്ത പക്ഷം അസംഖാൻ ഇവരെ കൊന്നുകളയുമെന്നായിരുന്നു ഇവരുടെ പേടി. എല്ലാരും ഇങ്ങനെ നാടുവിടുന്ന കണ്ടിട്ട് നാഗത്താം പാലം പണിതുകൊണ്ടിരുന്ന വറീദും രാജാവിനെ കണ്ട് പറയുന്നുണ്ട് ഇനി പാലം പണിയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിന്നും പോകട്ടെ എന്ന്. എന്നാൽ പാലം എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നും എന്നാണെങ്കിലും പണിഞ്ഞേ പറ്റൂവെന്നും നിങ്ങൾ പാലം പണി പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്ന് പോയാ മതിയെന്നും രാജാവ് പറയുന്നു. കാരണം അസംഖാൻ എന്തായാലും പാലം പൊളിക്കില്ല, അവർക്കും ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ പാലത്തിന്റെ ആവശ്യമുണ്ട്. 2 ദിവസമാണ് പാലം പണി പൂർത്തിയാക്കാൻ രാജാവ് വറീദിന് സമയം കൊടുത്തത്. പാലം പണി തീർക്കാനുള്ള ബാക്കി പണവും പാലത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജിച്ചു വെച്ചിരിക്കുന്ന ഒരു തകിട് കൂടി പാലം പണി നടക്കുമ്പോൾ അതിനുള്ളിൽ വെക്കാൻ വേണ്ടി കാര്യസ്ഥന്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് രാജാവ് വറീദിനോട് പറഞ്ഞു. സീനവിടെ കട്ടായി വീണ്ടും നമ്മളെ ഷാജി പാപ്പന്റെ കാലഘട്ടം കാണിക്കുന്നു. അവിടെ പി ശശിയാകട്ടെ മുഖ്യമന്ത്രിയെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്മനാഭ രാജാവിന്റെ കാലത്ത് പണിത ആ നാഗത്താം പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നുവെന്നും അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നും. ഒടുവിൽ പി ശശിക്ക് പാലം പൊളിക്കാനുള്ള അനുവാദം കിട്ടി. ആ സമയത്ത് ലാറ എന്ന് പറയുന്ന ഒരു ഫോറിൻ വനിതയെ നമ്മളെ കാണിക്കുന്നുണ്ട്. പത്മനാഭ രാജാവിന്റെ കാലഘട്ടത്തില് ആ നാട്ടുരാജ്യത്തേക്ക് കൊള്ളയടിക്കാൻ വന്ന കസാൻഡ്രയുടെ പുനർജന്മമായിരുന്നു ഈ ലാറ. ഇവിടെയും ലാറ എന്തോ ഒരു സാധനം തേടിയാണ് വന്നിരിക്കുന്നത്. പുരാവസ്തു വകുപ്പിൽ നിന്നും മൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ ഗ്രന്ഥത്തിലെ പേജ് ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് ലാറയ്ക്ക് അറിയണം. അതിനുവേണ്ടിയിട്ട് മൈക്കിളിനെ കൈയോടെ പിടിച്ചെങ്കിലും അത് ആർക്കാണ് മൈക്കിൾ കൊടുത്തതെന്ന് പറഞ്ഞില്ല. ദേഷ്യം വന്ന ലാറയാകട്ടെ മൈക്കിളിനെ കൊല്ലുന്നു. ആ സമയം പി ശശിയുടെ സഹായത്തോടു കൂടി നാഗത്താം പാലം പൊളിക്കാനുള്ള ടെൻഡർ സാത്താൻ സേവ്യർ നേടിയെടുക്കുന്നു. സേവ്യർ ഈ ഒരു ടെൻഡർ നേടിയെടുക്കുന്നത് തന്റെ കൂടെയുള്ള സൈമന്റെ സോമന്റെ പേരിലായിരുന്നു. അതിന്റെ പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലേക്ക് അവർ പോയ സമയത്ത് അവിടെ വെച്ച് പാപ്പനും കൂട്ടരും സൈമണിനെയും സോമനെയും കാണുന്നു. ആ സമയം അവിടേക്ക് ലാറയും വന്നിട്ടുണ്ടായിരുന്നു. പാലം പൊളിക്കാനുള്ള അനുമതിയെല്ലാം സാത്താൻ സേവ്യറിന്റെ ഈ ആൾക്കാരെ നേടിയെടുക്കുന്നത് ലാറയും വീക്ഷിക്കുന്നു. കഥ വീണ്ടും 1970 പോകുന്നു. പത്മനാഭ രാജാവാകട്ടെ കാര്യസ്ഥന്റെ കയ്യില് ചില സാധനങ്ങൾ പാലം പണിക്ക് വേണ്ടിയിട്ട് കൊടുത്തുവിടാമെന്ന്
വറീദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ പ്രകാരം രാജാവ് തന്റെ വിശ്വസ്തനായ കാര്യസ്ഥനെയും കൂട്ടി കൊട്ടാരത്തിൽ ഒരു രഹസ്യ അറയിലേക്ക് പോകുന്നു. അതിനുള്ളിലേക്ക് ചെന്ന കാര്യസ്ഥൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ കൊട്ടാരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അവിടെ ഒരുപാട് രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് പറയുന്നുണ്ട്, ഈ സ്വത്തുക്കളെക്കാളൊക്കെ വിലപിടിപ്പുള്ള മറ്റൊരു സാധനം ഇവിടെ ഉണ്ടെന്ന്. മൂവിയുടെ തുടക്കത്തിൽ പറഞ്ഞ കാലങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന സ്റ്റാർഡസ്റ്റ് ആയിരുന്നു രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ആ ബ്രിട്ടീഷ് കൊള്ളക്കാരി കസാൻഡ്രയും ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. ആകാശത്തിനും അപ്പുറമുള്ള ഏതൊരു ലോകത്തു നിന്ന് വന്ന ഒരു പ്രത്യേകതരം കല്ലാണിതെന്നാണ് പൂർവികർ രാജാവിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കല്ലിന് എന്തോ അപൂർവമായ ശക്തിയുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജാവിന് അറിയില്ലായിരുന്നു ഈ കല്ലിന് കാലത്തിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ടെന്ന്. സ്റ്റാർഡസ്റ്റ് അഥവാ നക്ഷത്രധൂളി എന്നായിരുന്നു രാജാവ് ഈ കല്ലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പൂർവികരുടെ കാലം തൊട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റാർഡസ്റ്റ് മറ്റാരുടെയും കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല എന്ന് രാജാവ് കാര്യസ്ഥനോട് പറയുന്നു. ഇവിടെ നിന്ന് നാടുവിട്ടു പോകുമ്പോൾ ഇതും കൊണ്ടുപോകാമെന്ന ആദ്യം രാജാവ് കരുതിയത്. പക്ഷെ പോകുന്ന വഴിക്ക് അസംഖാനോ മറ്റാരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവരിത് സ്വന്തമാക്കും. അതുകൊണ്ട് താൻ ഇത് ഒളിപ്പിച്ചു വെക്കാൻ മറ്റൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണമെന്നും കാര്യസ്ഥനോട് രാജാവ് പറയുന്നു. അതിനിടയ്ക്ക് നമ്മളെ വീണ്ടും ഫ്യൂച്ചർ കാണിക്കുന്നു. അവിടെ ബാബ തന്റെ അനുയായികളോട് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർഡസ്റ്റ് അനങ്ങി തുടങ്ങിയിരിക്കുന്നുവെന്ന്. ഒരുപാട് ടൈം ലൈനുകളിൽ നിർണായക സംഭവങ്ങൾക്ക് തുടക്കമാകാൻ പോവുകയാണ്. അത് വീണ്ടും 1790ലേക്ക് പോകുന്നു. പത്മനാഭ രാജാവ് പ്ലാനിട്ടിരുന്നത് ആ സ്റ്റാർഡസ്റ്റ് ഒരു പെട്ടിക്കുള്ളിലാക്കി വറീദിന്റെ കയ്യിൽ കൊടുക്കാമെന്നാണ്. പൂജിച്ച തകടാണെന്ന് പറഞ്ഞിട്ട് പാലം പണിക്കുള്ളിൽ വറീദ് ആ പെട്ടി അതുപോലെ ഉപയോഗിക്കും. അപ്പോൾ സേഫ് ആയിട്ട് ഈ സ്റ്റാർഡസ്റ്റ് പാലത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. അതാർക്കും എടുക്കാനും പറ്റില്ല. അത് അവിടെ ഉണ്ടെന്ന് ആരും ചിന്തിക്കത്തുമില്ല. അങ്ങനെ വറീദ് പാലം പണിക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തു. അവസാനമായിട്ട് ആ പാലം എല്ലാം തന്നെ ഒന്ന് നോക്കിയ ശേഷം നാടുവിട്ട് പോകാൻ തുടങ്ങുകയാണ് രാജാവ്. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. പാലം പൊളിക്കാനുള്ള ടെൻഡറിന്റെ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് സൈമണും സോമനും വന്നപ്പോൾ അവിടെ വെച്ച് ഷാജി പാപ്പനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഈ ഷാജി പാപ്പനുമായിട്ട് അവർ അവിടെ വെച്ച് മറ്റൊരു ഡീൽ കൂടി നടത്തുന്നു. പാലം പൊളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കമ്പിയും സാധനങ്ങളും ഒക്കെ പാപ്പൻ എടുത്തുകൊള്ളാൻ പറയുന്നു. 10,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു കരാറും ഒപ്പിട്ടു. അതിനുശേഷം സൈമണും സോമനും സേവ്യറിനോട് പോയി പറയുന്നുണ്ട്, ആ പാലം പൊളിച്ച ശേഷം അതിന്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. പക്ഷെ പാപ്പനെയും കൂട്ടരെയും പറ്റിച്ച് 10,000 രൂപയ്ക്ക് ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാനുള്ള കരാർ ഞങ്ങൾ ഒപ്പിട്ടു. എന്നാൽ ഇത് കേട്ട് സേവ്യറിന് ദേഷ്യം വരുന്നു. സേവ്യർ ആ പാലം പൊളിക്കാനുള്ള ടെൻഡർ പിടിച്ചത് തന്നെ അതിനുള്ളിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ നിധി എടുക്കാനായിരുന്നു. പാലം പൊളിച്ച സാധനങ്ങളെല്ലാം പാപ്പൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആ നിധിയും പോകും. അതുകൊണ്ട് പാപ്പനുമായിട്ട് ഈ സൈമണും സോമനും ഒപ്പുവെച്ച കരാറ് എങ്ങനെയെങ്കിലും മാറ്റിയെങ്കിലും പറ്റൂ. അതിനു വേണ്ടിയിട്ട് സേവ്യർ പാപ്പനെയും കൂട്ടരെയും കാണാൻ ചെല്ലുന്നു. 10,000 രൂപയ്ക്ക് നിങ്ങൾ ആക്രസാധനങ്ങൾ എടുക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് അതിന് 25 ലക്ഷം രൂപ ഞാൻ തരാം. ആ കരാർ അങ്ങ് മാറ്റി എഴുതിയേക്ക്. എന്നാൽ 25 ലക്ഷം രൂപ സേവ്യർ ഓഫർ ചെയ്യണമെങ്കിൽ സമ്മതിക്കാനാവാത്ത എന്തോ ആ പാലത്തിനുള്ളിൽ ഉണ്ടെന്ന് പാപ്പന് മനസ്സിലായി. അത് കാരണം സേവ്യറിന്റെ ഓഫറിന് പാപ്പൻ ഓക്കെ പറയുന്നില്ല. സേവ്യർ എന്തിനാണ് ഇത്രയും വലിയ തുകയൊക്കെ പാപ്പൻ ഓഫർ ചെയ്തതെന്ന് സൈമണും സോമനും മനസ്സിലായില്ല. ഒടുവിൽ സേവ്യർ തുറന്നു പറയുന്നു, ആ പാലത്തിനുള്ളിൽ നിധിയുണ്ടെന്ന്. ഇത് കേട്ട സോമനാകട്ടെ തന്റെ ബോസായ ഡ്യൂഡിനെ തിരക്കി പിടിച്ച് ഈ പാലത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെപ്പറ്റി പറയുന്നു. സേവ്യർ അതെടുക്കാനുള്ള ശ്രമമാണെന്നും പറയുന്നുണ്ട്. ഡ്യൂഡ് അപ്പോൾ ഉണ്ടായിരുന്നത് താൻ ബോംബിട്ട് നശിപ്പിച്ച പഴയ ഹോട്ടലിന്റെ ഉടമയുടെ റിലേറ്റീവിന്റെ ഒരു കൊപ്രാക്കളത്തിലായിരുന്നു. അവിടെ ഡ്യൂഡ് ആന്റണി എന്ന് വിളിക്കുന്ന ഒരു കഴുതിയുടെ കൂടെ കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടൽ നശിപ്പിച്ചത് കാരണം അതുമൂലം ഉണ്ടായ നഷ്ടമെല്ലാം നികത്താൻ വേണ്ടിയിട്ട് ഇയാള് ഡ്യൂഡിനെയും ഡ്യൂഡിന്റെ ആൾക്കാരെയും അവിടെ ഇട്ട് പണിയെടുപ്പിക്കുകയാണ്. സോമൻ വന്ന് ഈ നിധിയെക്കുറിച്ച് പറഞ്ഞതോടുകൂടി ഡ്യൂഡാകട്ടെ തന്റെ ഇപ്പോഴത്തെ മുതലാളിയോട് പറയുന്നുണ്ട്, എന്നെ കുറച്ച് ദിവസത്തേക്ക് വിടുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പണം കൊണ്ടുവരുമെന്നും അതിന്റെ പകുതിയും നിങ്ങൾക്ക് ഞാൻ തരാമെന്നും പറയുന്നു. ഇന്നലെ ഇത് കേട്ട ആ മുതലാളി പറയുന്നുണ്ട്, നീ എന്റെ അടിമയാണെന്നും നിനക്ക് കിട്ടുന്ന മുഴുവൻ കാശും എനിക്ക് അവകാശപ്പെട്ടതാണെന്നും കാശെടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് വിടാനൊക്കെയാണ്. പക്ഷെ നീ എന്നെ പറ്റിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ആള് കൂടി നിന്റെ കൂടെ വരുമെന്ന് ആ മുതലാളി പറയുന്നു. അങ്ങനെ പുലികേശ് എന്ന് പറയുന്ന ഒരാളെ കൂടി മുതലാളി ഡ്യൂഡിന്റെ കൂടെ വിടുന്നുണ്ട്. കൂടാതെ ഡ്യൂഡ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡ്യൂഡിനെ ഷോക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂഡിനെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഷോട്ട്സും കൊടുക്കുന്നു. ഡ്യൂഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുലികേശിന്റെ കയ്യിലുള്ള ഒരു റിമോട്ട് അമർത്തിയാൽ മതി. ഡ്യൂഡിന് അപ്പോൾ തന്നെ ആ ഡ്രസ്സിൽ നിന്നും ഷോക്കടിക്കും. ബാത്റൂമിൽ പോകാനും മറ്റും ആ ഡ്രസ്സിനുള്ളിൽ ചെറിയ ഹോളുകൾ ഉണ്ടെന്നും അതൊരു കാരണവശാലും ഊരരുതെന്നും മുതലാളി ഡ്യൂഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ ഡ്യൂഡ് അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പാലത്തിനുള്ളിലുള്ള നിധി തേടി ഡ്യൂഡും കളത്തിലേക്ക് ഇറങ്ങി. സേവ്യറും പാപ്പനും ഡ്യൂഡും ആ ലാറ എന്ന് പറയുന്ന ഫോറിൻകാരി എല്ലാം ഇതിന്റെ പിന്നിൽ തന്നെയായിരുന്നു. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. അസംഖാനെ പേടിച്ച് നാട് വിട്ടു പോകാൻ തീരുമാനിച്ച വാൾട്ടർ ജോസഫിന്റെ അടുത്തേക്ക് ബ്രിട്ടീഷുകാരി കസാൻഡ്ര വരുന്നു. പത്മനാഭ രാജാവിനെ കുറിച്ച് അന്വേഷിക്കാനാണ് കസാൻഡ്ര വന്നത്. ആദ്യം വാൾട്ടർ രാജാവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും കസാൻഡ്രയുടെ കയ്യിൽ നിന്ന് അടികിട്ടി കഴിഞ്ഞപ്പോഴേക്കും രാജാവിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വാൾട്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കസാൻഡ്ര രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയെങ്കിലും അവിടെയെങ്ങും രാജാവിനെ കണ്ടില്ല. ആ നിലവറയെല്ലാം തന്നെ കസാൻഡ്ര പരിശോധിക്കുന്നു. തങ്ങൾ തേടി വന്ന സാധനവും ഇവിടെ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. കൊട്ടാരത്തിൽ നിന്നും പലായനം ചെയ്തു പോയ പത്മനാഭ രാജാവാകട്ടെ തന്റെ പത്നിയോടും സംഘത്തോടും ഒപ്പം കാട് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അസംഖാൻ അപ്പോഴേക്കും പത്മനാഭ രാജാവിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലത്തിൽ വെച്ച് പാലം പണിത വറീദിനെയും കൂട്ടരെയും അസംഖാൻ കാണുന്നു. പാലം പണിത തനിക്ക്
പാരിതോഷികം തരുമെന്ന് കരുതിയിരുന്ന വറീദിന് അസംഖാൻ കൊടുത്തത് പാരിതോഷികമായിരുന്നില്ല, ഒരു ശിക്ഷയായിരുന്നു. ആ പാലത്തിൽ നിന്നും വറീദിനെ അവരെടുത്ത് പുഴയിലേക്ക് എറിയുന്നു. വറീദിന് നീന്താൻ അറിയില്ലായിരുന്നു. അതിനുശേഷം നേരെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ അസംഖാൻ അവിടെയെല്ലാം പരിശോധിക്കുന്നു. അസംഖാനും രാജാവിന്റെ കയ്യിലുള്ള ആ സ്റ്റാർഡസ്റ്റ് തേടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നിധിയുമായി രാജാവ് മുങ്ങിയെന്ന് മനസ്സിലാക്കിയ അസംഖാനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് പറയുന്നുണ്ട്, രാജാവ് എങ്ങോട്ടാ പോയതെന്ന് എനിക്ക് ഇൻഫർമേഷൻ തരുകയാണെങ്കിൽ ഞാൻ അവർക്ക് പാരിതോഷികമായിട്ട് സ്വർണ്ണ നാണയം തരാമെന്ന്. രാജാവ് എങ്ങോട്ട് പോയി എന്ന് ഞാൻ പറയാമെന്ന് ആ വ്യാപാരി കേളു പറയുന്നു. പക്ഷെ അതിനു പകരമായിട്ട് അസംഖാൻ അയാൾക്ക് പാരിതോഷികമല്ല കൊടുത്തത്, ശിക്ഷ തന്നെയായിരുന്നു. മതം മാറി അസംഖാന്റെ കൂടെ ചേരാൻ വന്ന സൈനിക തലവൻ കുറുപ്പിനും കൂട്ടർക്കും അസംഖാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുറുപ്പ് നേരത്തെ രാജാവിന്റെ പടത്തലവനായിരുന്നുവെന്ന് അസംഖാന് മനസ്സിലായി. തന്നെ പറ്റിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അസംഖാൻ അവർക്ക് ചാട്ടവാറടി ശിക്ഷയായിട്ട് കൊടുക്കുന്നു. സമയം രാജാവും കൂട്ടരും കാടിന്റെ നടുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പ്രാവ് രാജാവിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു ദൂതുമായിട്ടാണ് അത് വന്നത്. ആ ദൂതിൽ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, രാജാവ് ഏൽപ്പിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നും കാടിന്റെ നടുവിലുള്ള ആർച്ചാണ് അടയാളമെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ദൂത് കിട്ടിക്കഴിഞ്ഞതും രാജാവ് പത്നിയോടും ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട്, ഇവിടെ നിന്നും ഞാൻ ഇനി കുറച്ചു ദൂരം ഒറ്റയ്ക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ഞാൻ പറയുന്ന ദിശയിലേക്ക് പോയിക്കൊള്ളാൻ. അവരെയെല്ലാം അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് രാജാവ് പറഞ്ഞുവിട്ട ശേഷം രാജാവ് ആ ആർച്ചിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. സംഖാന്റെ കയ്യിൽ നിന്നും അടികൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറുപ്പും കൂട്ടരും രാജാവിനെ തേടി ഇറങ്ങി. രാജാവിന്റെ കൂടെ തന്നെ നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നി. അങ്ങനെ പോകുന്ന വഴിക്ക് വാൾട്ടർ ജോസഫിനെ അവർ കാണുന്നുണ്ട്. രാജാവിന്റെ കയ്യിൽ നിധി തേടിയാണ് അസംഖാൻ വന്നതെന്ന് കുറുപ്പിന്റെയും കൂട്ടരുടെ അടുത്ത് നിന്നും വാൾട്ടർ ജോസഫ് അറിയുന്നു. ആ സമയം കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. നാഗത്താം പാലം പൊളിക്കുന്നതിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പൊളിച്ച ഉടനെ അതിനുള്ള നിധി എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് സാത്താൻ സേവിയറും ഷാജി പാപ്പനുമായിരുന്നു. പോലീസുകാരൻ ഷെമീറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പാലം പൊളിച്ചു കഴിഞ്ഞ ഉടനെ ഇവര് പോയി നിധി എടുക്കുന്നതിന് മുൻപേ ആ പാലത്തിന്റെ തൂണിൽ നിന്നും വീണ പെട്ടിയുമായിട്ട് നമ്മുടെ ഡ്യൂഡ് അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഇവനിതിപ്പോ എവിടുന്ന് വന്നായിരുന്നു പാപ്പനും സേവിയറും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോമൻ ബോയ് പറഞ്ഞ പ്രകാരം ഡ്യൂഡ് ഓൾറെഡി ഈ നിധിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഡ്യൂഡ് നേരത്തെ തന്നെ ഹെലികോപ്റ്ററും വാടകയ്ക്കെടുത്താണ് ഇവിടേക്ക് വന്നത്. എന്നാൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച ഡ്യൂഡിനെ ഷാജി പാപ്പന്റെ സഹോദരൻ തോമസ് പാപ്പൻ കൈയോടെ പിടിക്കുന്നു. ഷാജി പാപ്പൻ നേരത്തെ തന്നെ തന്റെ സഹോദരനെ അവിടെ ഏർപ്പാടാക്കി നിർത്തിയിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഡ്യൂഡിന്റെ കയ്യിൽ നിന്നും ആ പെട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ലാറ എന്ന് പറയുന്ന ആ ഫോറിൻ വനിതയാകട്ടെ തന്റെ ആൾക്കാരെ വിട്ട് അവരുടെ ബോട്ടിന്റെ അടിയിൽ ബോംബ് വെക്കുകയും അവരുടെ ബോട്ട് തകർക്കുകയും ചെയ്തു. എല്ലാവരും വെള്ളത്തിലേക്ക് വീണു. കൂട്ടത്തിൽ ഡ്യൂഡ് എടുത്ത പെട്ടിയും വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ലാറയുടെ ആൾക്കാര് ആ പെട്ടിയും കൊണ്ട് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഷെമീറും കൂട്ടരും വന്ന് ലാറയെ തടയാൻ ശ്രമിക്കുന്നു. ലാറ ഷെമീറിനെ അടിച്ചിടുന്നു. ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന തക്കം നോക്കി സോമനും സൈമണും ചേർന്നിട്ട് ലാറയുടെ വണ്ടിയിൽ നിന്നും ആ നിധിയടങ്ങുന്ന പെട്ടി എടുത്തുകൊണ്ട് സേവിയറിന്റെ കൂടെ അവിടെ നിന്നും പോകുന്നു. പെട്ടി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ലാറയാകട്ടെ സേവിയറിന്റെ പിറകെ പോയി. വെള്ളത്തിൽ നിന്നും കയറിയ ഡ്യൂഡും പാപ്പനും എല്ലാം തന്നെ ആ നിധിയുടെ പിറകെ തന്നെ പോകുന്നു. ജാക്ക് എന്ന് പറയുന്ന ഒരാള് ലാറയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ഒട്ടും ഹാപ്പിയല്ല, ആ സ്റ്റാർഡസ്റ്റ് എങ്ങനെയെങ്കിലും നീ കണ്ടെത്തി കൊണ്ടുവന്നെങ്കിലേ പറ്റൂന്ന്. അങ്ങനെ ലാറയും കൂട്ടരും സേവിയറിനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും ആ പെട്ടി തട്ടിയെടുത്ത് തുറന്നു നോക്കുന്നു. എന്നാൽ ആ പെട്ടിക്കുള്ളിൽ അവർ അന്വേഷിച്ചു വന്ന ആ സ്റ്റാർഡസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 1790 രാജാവ് ആ സ്റ്റാർഡസ്റ്റ് ഈ പെട്ടിക്കുള്ളിലല്ല ഒളിപ്പിച്ചു വെച്ചതെന്ന്, അത് മറ്റെവിടെയോ ആയിരുന്നു എന്ന്. വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. പാലായനം ചെയ്ത രാജാവാകട്ടെ തന്റെ സഹോദരനായ നാരായണൻ തമ്പുരാനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. രാജ്യവും രാജഭരണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു രാജാവിന്റെ ഈ സഹോദരൻ. എന്നാൽ ആ സമയം അവിടെ പത്മനാഭനെ കാത്ത് വാൾട്ടർ ജോസഫും കൂട്ടരും ഉണ്ടായിരുന്നു. കുറുപ്പിന്റെ അടുത്ത് നിന്നും അസംഖാൻ രാജാവിന്റെ കയ്യിലുള്ള നിധി എടുക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കിയ വാൾട്ടർ ആകട്ടെ ആ നിധി തനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് പത്മനാഭനെ തേടി ഇറങ്ങിയതാണ്. നിന്റെ കയ്യിലുള്ള നിധി തന്നില്ലെങ്കിൽ നിന്റെ ചേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വാൾട്ടർ ജോസഫ് നാരായണന്റെ തലയിലേക്ക് തോക്കു ചൂണ്ടുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ആ കസാൻഡ്രയും കൂട്ടരും കടന്നു വരുന്നു. അവരും നിധി തേടി തന്നെയാണല്ലോ വന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. ആ സമയം രാജാവിനെ അവിടെ നിന്നും രക്ഷിച്ച് പുറത്ത് കടത്താൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനായ നാരായണനാകട്ടെ ഒരു തുരങ്കത്തിന്റെ അടുത്തേക്ക് പത്മനാഭനെ കൊണ്ടുപോകുന്നു. ഈ തുരങ്കത്തിന്റെ എൻഡില് നിന്റെ കുതിര നിനക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടെന്നും നീ അതിൽ കയറി ഇരണിയൽ കൊട്ടാരത്തിലേക്ക് പോകണമെന്നും പറയുന്നു. തിരുവിതാംകൂർ വാഴുന്ന പൊന്നുതമ്പുരാൻ എന്തായാലും നിന്നെ രക്ഷിക്കുമെന്നാണ് ജ്യേഷ്ഠൻ രാജാവിനോട് പറയുന്നത്. രാജാവ് തുരങ്കം വഴി രക്ഷപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ കസാൻഡ്രയും കൂട്ടരും ആ തുരങ്കത്തിലൂടെ തന്നെ രാജാവിനെ ഫോളോ ചെയ്തു പോകുന്നു. പോകുന്ന വഴിക്ക് രാജാവ് കുറുപ്പിനെയും കൂട്ടരെയും കാണുന്നു. കുറുപ്പും കൂട്ടരും രാജാവിനോട് ക്ഷമ പറഞ്ഞിട്ട് ഞങ്ങൾ രാജാവിന്റെ കൂടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ രാജാവാകട്ടെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പിറകെ അസംഖാൻ മാത്രമല്ല ഇപ്പോൾ വാൾട്ടർ ജോസഫും ആ ബ്രിട്ടീഷ് വനിതയുണ്ടെന്ന്. ഇവരോടൊക്കെ യുദ്ധം ചെയ്ത് ജയിക്കാൻ ആയുധങ്ങൾ ആവശ്യമുണ്ട്. തിരുവിതാംകൂർ രാജാവിന്റെ അടുത്തേക്ക് താൻ പോവുകയാണെന്നും അവിടെ നിന്നും ആയുധങ്ങളും വാങ്ങി തിരികെ വരാമെന്നും രാജാവ് പറഞ്ഞുകൊണ്ടിരുന്നതും അവർക്ക് നേരെ ഒരു അമ്പ് വരുന്നു. അസംഖാനും പടയും ആ സമയം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. സേവിയർ പെട്ടിയെടുത്തുകൊണ്ട് പോയതാണല്ലോ. സേവിയറിന്റെ കയ്യിൽ നിന്ന് അത് ലാറയ്ക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ പെട്ടി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂഡും പാപ്പനും. ഇവർ രണ്ടുപേരും വലിയൊരു കൈതത്തോട്ടങ്ങൾ നിറഞ്ഞ മലയ്ക്ക് മുകളിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ തന്നെ നമ്മുടെ സ്റ്റെല്ലയുടെ മാരേജ് കഴിഞ്ഞിട്ട് ഫോട്ടോ
ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. എല്ലേ കണ്ട വിഷമത്തോടെ വണ്ടി ഓടിച്ച പാപ്പനാകട്ടെ നേരെ ഡ്യൂഡിന്റെ വണ്ടിയിലാണ് പോയി ഇടിക്കുന്നത്. ഇവിടെ പ്രസന്റില് ഷാജി പാപ്പനും ഡ്യൂഡും പരസ്പരം അടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഷമീറിന്റെ കൂടെയുള്ള ഒരു പോലീസുകാരൻ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഷമീറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയ ശേഷം എന്നെ അപ്പം വിവരങ്ങൾ അറിയിക്കാൻ ഷമീർ പറയുകയും ചെയ്യുന്നുണ്ട് അയാളോട്. അതേസമയം പാസ്റ്റില് അസം ഖാനും രാജാവും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ഫ്യൂച്ചറിലുള്ള ബാബ തന്റെ അനുയായികളോട് പറയുന്നുണ്ട് ടൈം ലൈൻ ക്രോസിംഗ് പ്രോസസ് തുടങ്ങാൻ പോവുകയാണെന്ന്. പാസ്റ്റിലും പ്രസന്റിലും ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം അടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്. രാജാവ് അസം ഖാനും ആ ഒരു ആർച്ചിന്റെ നടുക്കേക്കാണ് ഓടി വരുന്നത്. രാജാവിനിടയ്ക്ക് ഒരു ദൂത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ആർച്ചാണ് അടയാളമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും രാജാവ് ആ ഒരു സ്റ്റാർ ഡസ്റ്റ് അവിടെയായിരുന്നു രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. രാജാവ് അസം ഖാനും ആ ആർച്ചിന്റെ നടുക്കേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു ഹോള് രൂപപ്പെടുന്നു. അതേ ടൈമിൽ തന്നെയായിരുന്നു ഡ്യൂഡും പാപ്പനും അവിടെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ഡ്യൂഡ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു എന്ന് കരുതിയിട്ട് പുലികേശൻ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് അമർത്തുകയും ഡ്യൂഡ് ഇട്ടിരുന്ന ആ ഡ്രസ്സിൽ നിന്ന് ഡ്യൂഡിനെ കറണ്ട് ഏൽക്കുകയും ചെയ്തു. ശരിക്കും ഡ്യൂഡും പാപ്പനും അസം ഖാനും രാജാവും എല്ലാം തന്നെ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരേ ആർച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വ്യത്യസ്ത ടൈം ലൈനുകളിലേക്ക് പോവുകയാണ്. കുറുപ്പും കൂട്ടരും നോക്കുമ്പോൾ രാജാവിനെ കാണാനില്ല, അസം ഖാനെയും കാണുന്നില്ല. രാജാവും അസം ഖാനും എവിടെ പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഷാജി പാപ്പന്റെ ആൾക്കാരും ഡ്യൂഡിന്റെ ആൾക്കാരും നോക്കുമ്പോൾ അവരെ രണ്ടുപേരെയും കാണുന്നില്ല, അവരും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവരിങ്ങനെ അപ്രത്യക്ഷമായി പോയെന്ന് ആ പോലീസുകാരൻ ഷമീറിനോടും പറയുന്നു. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് ഷമീറും ചിന്തിക്കുന്നത്. എന്നാൽ ടൈം ട്രാവൽ ചെയ്ത ഡ്യൂഡാകട്ടെ എത്തുന്നത് 1790 ടൈം ലൈനിലാണ്. ഡ്യൂഡ് അവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് കയറുമ്പോൾ ഡ്യൂഡിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇവരൊക്കെ എന്തുകൊണ്ടാണ് പഴയ രീതിയിൽ സംസാരിക്കുന്നതെന്നും പഴയ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതെന്നും. ഡ്യൂഡ് ഇങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാളിരുന്ന് തന്റെ വിഷമം പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ വറീദായിരുന്നു. അസം ഖാൻ പാലത്തിൽ നിന്നും എടുത്തെറിഞ്ഞ വറീദിനെ ഏതൊക്കെയോ വള്ളക്കാരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ അസം ഖാനെ ഞാൻ വെറുതെ വിടില്ലാന്നും അയാളെ ഞാൻ കൊന്നു കളയുന്നൊക്കെ വറീദ് അവിടെ ഇരുന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ഡ്യൂഡ് ഇതെന്താ സംഭവം എന്നറിയാതെ ആ കഥ കേട്ടിരിക്കുകയായിരുന്നു. പക്ഷെ വറീദ് തിരിഞ്ഞു നോക്കിയപ്പോൾ അസം ഖാന്റെ രൂപത്തിലുള്ള ഡ്യൂഡിനെ കണ്ടതും പേടിക്കുന്നു. അസം ഖാൻ കോട്ടുവിട്ട് വേഷമാറി വന്നതാണെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് വറീദ് അവിടെ നിന്നോടി. അസം ഖാൻ എന്ന് കേട്ടതും ബാക്കി എല്ലാവരും പേടിച്ച് വറീദിന്റെ പിറകെ ഓടി. ഇവരൊക്കെ എന്തിനാണ് ഈ അസം ഖാൻ എന്ന് കേട്ട് ഓടുന്നതെന്നും ഞാനതിന് അസം ഖാൻ ഒന്നും അല്ലല്ലോ എന്നുമാണ് ഡ്യൂഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അസം ഖാന്റെ ഫേസിലുള്ള ആളാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവര് വിചാരിച്ചത് അത് അസം ഖാൻ തന്നെയാണെന്നാണ്. ഇവിടെ എന്തായാലും താൻ ഇട്ടിരുന്ന ആ ഷോർട്സ് ഒക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അയാൾക്ക് എന്തായാലും കറണ്ട് അടിക്കില്ല. അതേസമയം പ്രസന്റില് നാട്ടിലുള്ള വ്യത്യസ്ത കലാരൂപങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയെല്ലാം ആദരിക്കുന്ന ഒരു പരിപാടി പാപ്പന്റെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് പാപ്പന് ക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് വരുന്നത് നമ്മുടെ രാജാവാണ്. രാജാവ് ആ ആർച്ചിന്റെ ഉള്ളിലേക്ക് കടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഫ്ലെക്സും പൊളിച്ചുകൊണ്ട് രാജാവ് വരുന്നതാണ് കാണിക്കുന്നത്. ആരെങ്ങനെ ഇവിടെ എത്തിയെന്ന് രാജാവും ചിന്തിക്കുന്നു. നോക്കുമ്പോ വ്യത്യസ്ത രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആൾക്കാര്. പക്ഷെ ആ ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഷാജി പാപ്പനാണ്. കാരണം രാജാവിന് ആ ഫേസ് കട്ട് ആണല്ലോ. എന്നാലും പാപ്പൻ എത്ര പെട്ടെന്ന് താടിയൊക്കെ എങ്ങനെ കളിച്ചു, എന്താ ഈ രാജാവിന്റെ വേഷത്തിൽ നിന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇയാള് ചുമ്മാതെ തമാശയ്ക്ക് ഈ വേഷം ധരിച്ചതായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നീ എന്ത് കോലോടെ കെട്ടി വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഷാജി പാപ്പനാണെന്ന് കരുതിയിട്ട് ഷാജി പാപ്പന്റെ അമ്മ രാജാവിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, താൻ ഒരു രാജാവാണെന്ന് പത്മനാഭം പറഞ്ഞെങ്കിലും അവരൊന്നും അത് കേട്ടില്ല. അവരെല്ലാവരും രാജാവിനെ പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് പോകുന്നു. ഇവിടെ ഫ്യൂച്ചറിലുള്ള ബാബ തന്റെ അനുയായികളോട് പറയുന്നുണ്ട് എല്ലാ ടൈം ലൈനുകളിലും യുദ്ധം നടക്കാൻ പോവുകയാണെന്ന്. ഇവിടെ അവസാനം നമ്മളെ കാണിക്കുന്നത് ഷാജി പാപ്പൻ അസം ഖാന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നതാണ്. പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം യുദ്ധത്തിൽ പരുക്കുപറ്റി വീണ് കിടക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് മൂവിയുടെ അടുത്ത പാർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. വലിയൊരു യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ